കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും. കവിഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ എൻ്റെ ഹൃദയം നിറയെ കർത്താവ് തരുന്ന ഒരു സന്ദേശം, കർത്താവിൽ സന്തോഷിക്കുക, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് തുള്ളിച്ചാടുക. പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ നോക്കി അവരത് ചെയ്തു ഇവർ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇരിക്കും തോറും ഇതെല്ലാം നമ്മുടെ തലയിൽ വന്ന് കയറത്തേ ഉള്ളൂ. മറ്റന്നാളൊരു പ്രശ്നമുണ്ട്, അടുത്ത മാസം അത് ചെയ്യാനുണ്ട്, കൊച്ചിനെ കെട്ടിച്ചില്ല, ഇതെല്ലാം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ പ്രശ്നങ്ങളങ്ങ് വലുതാവും. എന്നാൽ അതിൽ നിന്നൊക്കെ കണ്ണു മാറ്റി യേശു കർത്താവിൻ്റെ മുഖത്തോട്ട് നോക്കി കർത്താവിനെ സ്തുതിക്കുകയും ആത്മാവിൽ നിറഞ്ഞ് സന്തോഷിക്കുകയും ചെയ്താൽ പ്രശ്നങ്ങളിലൊക്കെ തന്നെ മാറിപ്പോക്കോളും. എഫേസ്യ ലേഖനം 5:18 ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും പാടി സ്തുതിച്ചങ്ങ് പൊക്കോളാനാണ് പറയുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച അതിനെക്കുറിച്ച് കോട്ടയത്ത് ആരാധനയിൽ സംസാരിച്ചത്. ആത്മാവിൽ നിറഞ്ഞ് സന്തോഷിച്ച് ഒരു ജയകരമായ കവിഞ്ഞൊഴുകുന്ന ഒരു ജീവിതം നയിക്കുക, പ്രതിസന്ധികളെല്ലാം മാറിപ്പോവും. ദൈവവചന ശുശ്രൂഷയിലേക്ക് കിടക്കാം. കർത്താവ് രക്ഷയുടെ കൂടെ നിങ്ങൾക്കൊരു ഗാനവും തന്നിരുന്നു. കൈകൊടുത്ത് പറഞ്ഞ്, ചിലപ്പോൾ ഈണമില്ലായിരിക്കാം, താളമില്ലായിരിക്കാം, ക്ഷീണവും താളവും ഒന്നും ഇല്ലെങ്കിലും ഒന്നി അന്യഭാഷകളുള്ളൊരു പാട്ട്, അല്ലെങ്കിൽ എപ്പോഴും നാവിലൊരു പാട്ട് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ സന്തോഷം കുറഞ്ഞ് ഭാരം കൂടുമ്പോൾ ആദ്യം നിൽക്കുന്നത് ഈ പാട്ടാണ്. സ്തോത്രം. ഇസ്രായേൽ മക്കൾ അവർ അന്യനാട്ടിൽ അവരെ ബന്ധികളായി പിടിച്ചുകൊണ്ട് പോയപ്പോൾ അവരുടെ കിന്നരങ്ങളെയൊക്കെ അലരി വൃക്ഷങ്ങളിൽ തൂക്കിയിട്ടിട്ട് ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, ഞങ്ങൾ ഇവിടെ എങ്ങനെ സിയോൻ ഗാനങ്ങൾ പാടും എന്ന് പറഞ്ഞ് ഇരുന്നത് പോലെ നിരാശയുടെ വാക്കുകളും പറഞ്ഞ് ഇരിക്കുന്നവരല്ല ദൈവമക്കൾ. സ്തോത്രം, സ്തോത്രം. ജലാശയത്തിൽ കൂടെ കടന്നു പോകുമ്പോഴും പാട്ടുപാടി നൃത്തം ചെയ്യുന്നവരാണ്. ഫറവോൻ്റെ നാട് വിട്ട് ചെങ്കടൽ കടന്ന് വലിയൊരു ഭയത്തോടെയല്ലേ വാസ്തവത്തിൽ, അപ്പുറം എന്താണെന്ന് അറിയില്ലാത്തപ്പോഴും തപ്പെടുത്ത് പാട്ടുപാടുകയാണ്. എരിഹോ മതിലിൻ്റെ ചുറ്റും ആർപ്പിട്ടുകൊണ്ട് നടക്കുകയാണ്. യുദ്ധമുന്നണിയിലും യഹൂദാ ഗോത്രം പാടി മുൻപോട്ട് പോവുകയാണ്. ആ പാട്ട് ദൈവം നമുക്ക് തന്നു. അതാണ് നമ്മൾ പറയുന്നത് എഫേസ്യർ 5:18 ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും വേണം നമ്മൾ പോകാൻ. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്ന ഒരു പഠന ജീവിതമല്ല. ചിലരങ്ങ് പഠിച്ചു തല വലുതാക്കുകയാണ്. ഭയങ്കര ബൈബിൾ പഠനമാണ്. പഠനം വഴിതെറ്റാനും സാധ്യതയുണ്ട്. ആത്മാവില്ലാത്ത പഠനം. ആത്മാവിൽ നിറഞ്ഞ് സന്തോഷിക്കണം. എന്ത് ചെയ്യണം? ആത്മാവിൽ ആനന്ദിക്കണം. സ്തോത്രം. പഠനങ്ങൾ നമ്മളെ ആനന്ദത്തിലേക്ക് കൊണ്ടുവരണം. പ്രൈസ് ദി ലോർഡ്. സന്തോഷിക്കാനാണ് കർത്താവ് നമ്മളെ വിളിച്ചത്. സന്തോഷമാണ് സ്വർഗം. അത് ക്രിസ്തുവിലുള്ള സന്തോഷമാണ്. ഏതോ ഒരു കോമഡി പ്രോഗ്രാം കണ്ടും എല്ലാവരും പറയുന്ന തമാശ കെട്ട് ചിരിച്ചതല്ല. ഇത് പരിശുദ്ധാത്മാവ് തരുന്ന ആനന്ദമാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ എബ്രായ ലേഖനം 1:9 വായിക്കുകയാണ്. ഞാൻ നിന്നെ കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം. ഇത് നിങ്ങളുടെ എൻ്റെ മനസ്സിൽ വിചാരിച്ച് ആനന്ദിക്കുന്നതല്ല, ഒരു തൈലം വന്നങ്ങ് വീഴും. അറിയാതെ ചിരി വരും. ഇന്ന് ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ചിരി നിർത്താൻ മേലാതെ വന്നു. ഞാനങ്ങ് പിടിച്ചു നിർത്തിയതാണ്. എനിക്ക് ഒരു വിഷയമില്ലാഞ്ഞിട്ടൊന്നുമല്ല, വിഷയങ്ങളും ഇതുമായിട്ടൊരു ബന്ധവുമില്ല. ഇത് വേറൊരു ഐറ്റമാണ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ പ്രഷർ കുക്കർ അടുപ്പിൽ വെച്ചിട്ട് അതിൻ്റെ അടിയിൽ തീ കൊടുത്താൽ അത് ചീറ്റാൻ തുടങ്ങും, അല്ലേ? അങ്ങനല്ലേ? എന്നാൽ മറ്റ് പാത്രങ്ങളൊന്നും അടുപ്പിൽ വെച്ചാൽ ഒരു ശബ്ദവും കേൾക്കത്തില്ല. പ്രഷർ കുക്കറിനോട് ചോദിച്ചാൽ ഇത് എന്നാന്ന് ചോദിച്ചാൽ എൻ്റെ അടിയിലും തീയ, പക്ഷെ എന്താണെന്നറിയത്തില്ല, എൻ്റെ അകത്തൊരു പ്രഷർ വരിക. അതുകൊണ്ട് ഞാൻ ഈ ഒച്ചയൊക്കെ പുറപ്പെടുവിക്കുക. വെറുതെ ഒച്ച വെക്കുക അല്ല, ഒരു പ്രഷർ തന്നെ വരിക എന്ന് പറഞ്ഞതുപോലെ ആത്മാവ് നമ്മുടെ മേൽ വരിക. ആ ആത്മാവിൽ ജീവിക്കണം, ആത്മാഭിഷേകം പ്രാപിക്കണം.
ഇവിടെ വന്ന് കുറച്ച് നല്ല വാക്ക് കേട്ട് ഇന്ന് പല സഭകളിലും ഞാൻ കണ്ട ഒരു കാര്യം, വിദേശ സഭകളിൽ പ്രത്യേകിച്ച് മോട്ടിവേഷണൽ പ്രീച്ചിങ് ഉണ്ട്. ജനങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യാം, എങ്ങനെ ബിസിനസ് കൈകാര്യം ചെയ്യാം, എങ്ങനെ പ്രതിസന്ധികളെ കൈകാര്യം, നല്ല ടീച്ചിങ്സ് ഉണ്ട്. ആത്മനിറവില്ല പലയിടത്തും. എല്ലാവരും വന്ന് നല്ല നോട്ടുകൾ എഴുതുകയാണ്. ഹൗ ടു എന്നുള്ള പഠനങ്ങളുടെ ഒരു കാലമാണ് അത്. ബൈബിളിലെ ഒരു വാക്യമൊക്കെ വെച്ച് കുറച്ച് ബിസിനസ് മാനേജ്മെൻറ്റും ഈ മാനേജ്മെൻറ്റും എല്ലാം കൂട്ടി നല്ലൊരു പ്രസംഗം. ഒത്തിരി കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാം. എന്നാൽ ആത്മാവിൽ നിറയാന്ന് പറഞ്ഞാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. ചിലപ്പം നിൻ്റെ കയ്യിലിരിക്കുന്ന പേനായൊക്കെ തെറിച്ചു പോകുന്നൊന്ന് കൈ കൊടുത്ത് പറഞ്ഞാട്ട്. നോട്ട് ബുക്ക് ചിലപ്പം കാണത്തില്ല. ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ ഒരു കരണ്ടങ്ങിറങ്ങും. പിന്നെ നിന്നിടം നീ മറക്കുകയാണ്. ഹല്ലേലൂയ. അത് പരിശുദ്ധാത്മാവ് ദാനമായി തരുന്നതാണ്. അങ്ങനെ ആനന്ദിക്കണം. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലുമുള്ളൊരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ആത്മാവിൽ നിറഞ്ഞവരായി എന്നാണ് നമ്മൾ വായിക്കുന്നത്. എഫേസ്യർ 5:18 വായിക്കാം. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ഇവിടെ വീഞ്ഞുകുടിയുമായി തന്നെ ഇവിടെ ബന്ധപ്പെടുത്തി പറയുക. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകും. ആത്മാവ് നിറഞ്ഞവരായി. അതിന് പകരമെന്ന് തോന്നിപ്പോവുകയല്ലേ ഇത് വായിച്ചാൽ, അല്ലേ? നീ വീഞ്ഞു കുടിച്ച് മത്തനാകണ്ട. വേറൊരു ഉന്മത്തത, ആത്മാവിൻ്റെ ഒരു ഉന്മത്തത, സ്വർഗത്തിൻ്റെ ഒരു ലഹരി തൻ്റെ ആത്മാവിനാൽ നിനക്ക് തരുവാൻ കർത്താവ് ആഗ്രഹിക്കുക. വീഞ്ഞു കുടിച്ച് നീ മത്തനാകണ്ട, അതിനാൽ നിന്റെ വഴി തെറ്റും, നിനക്ക് കുഴപ്പങ്ങൾ വരും, നന്മ വരില്ല. സ്തോത്രം. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ദൈവമക്കൾ വിശ്വാസത്തിലായ ശേഷം വീണ്ടും ഒരു പുകയെടുക്കാൻ, വീണ്ടും ഒരു പെഗ്ഗടിക്കാൻ തോന്നുന്നെങ്കിൽ വാസ്തവത്തിൽ വലിയൊരു മാണിക്യം വെടിഞ്ഞിട്ടാണ് മണ്ണിൻ്റെ പുറകെ പോകുന്നത്. നല്ലൊരു പാട്ടുണ്ട്, മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. സ്തോത്രം, സ്തോത്രം. കയ്യിൽ കിട്ടിയ മഹനീയമായ മറ്റൊരു പാനീയം നിനക്കുണ്ട്. ലോകത്തിലൊന്നിനും തരാൻ കഴിയാത്ത ദിവ്യ സന്തോഷം. അപ്പം അങ്ങനെ പഴയതിലേക്ക് എന്തിലേക്കെങ്കിലും, പഴയ സന്തോഷത്തിലേക്ക് നമ്മുടെ ജഡം നമ്മളെ വലിക്കുന്നുണ്ടെങ്കിൽ കർത്താവിനോട് പ്രാർത്ഥിക്കണം, കർത്താവേ എനിക്ക് ആത്മാവിൻ്റെ ആനന്ദം മതി. നമ്മൾ ആത്മാവിൻ്റെ ആനന്ദം കുറയുമ്പോൾ ഏതെങ്കിലും ഒരു ആനന്ദം മനുഷ്യന് ആവശ്യമാണ്. ഏതെങ്കിലും ഒരു റെസ്റ്റ് എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു നിലയിലുള്ള സന്തോഷം കിട്ടാൻ മനുഷ്യന് ഇഷ്ടം. ആത്മീയ സന്തോഷം കിട്ടിയവർക്ക് മറ്റ് പല സന്തോഷങ്ങളോടും താല്പര്യം കുറയുക. പലരും വിചാരിക്കുന്നത് നിങ്ങളുടെ സഭയെ വന്നാൽ പിന്നെ കുടിക്കാനൊക്കില്ല, വലിക്കാനൊക്കില്ല, സിനിമ കാണാനൊക്കില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. 1-2 പേരോട് പറഞ്ഞ ആൾക്കാരെ കുടി നിർത്തുന്നതല്ല നമ്മുടെ ജോലി. സഭയ്ക്ക് മദ്യവർജന പ്രസ്ഥാനമൊന്നും സഭയ്ക്കില്ല. യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. എങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി? ആമേൻ. ഇതുപോലെ മനുഷ്യനെ ഒറിജിനൽ യേശുവിനെ കൊടുത്താൽ പിന്നെ അവൻ പോവുകയില്ല. അവന് വേണ്ടതെല്ലാം ക്രിസ്തുവിലുണ്ട്. അവന് വേണ്ട സന്തോഷം ക്രിസ്തുവിലുണ്ട്. അവന് വേണ്ട വിശ്വാസം ക്രിസ്തുവിനുണ്ട്. അവന് വേണ്ട ആശ്വാസം ക്രിസ്തുവിനുണ്ട്. ഒരു മനുഷ്യാത്മാവ് ലോകത്ത് എന്തിനൊക്കെ വേണ്ടി പരതി നടക്കുന്നു ഈ ലോകത്ത്, അവർ തേടുന്നതെല്ലാം വാസ്തവത്തിൽ ക്രിസ്തുവിലുണ്ട്. കർത്താവിന് തരാൻ കഴിയും. കർത്താവ് പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരും, അത് ലോകം തരുന്നത് പോലെ അല്ല. അപ്പം ലോകം ഒരു സമാധാനം കൊടുക്കുന്നുണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം? ഉണ്ട്, അല്പസമയത്തേക്ക് കൊടുക്കും, പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഞാൻ തരുന്ന സമാധാനം ലോകത്തിന് തരാനൊക്കത്തില്ല. കർത്താവിൻ്റെ കടയെ മാത്രം കിട്ടുന്ന ചിലതാണ് ദിവ്യ സമാധാനം, യഥാർത്ഥ സ്നേഹം, പരിശുദ്ധാത്മ സന്തോഷം. ഇതൊക്കെ എവിടെ മാത്രമേ ഉള്ളൂ? യേശു കർത്താവിൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. മോണോപ്പൊളിയാണ്, എക്സ്ക്ലൂസീവ് ബിസിനസ്സാണ് കർത്താവിൻ്റെ. അത് വേറെ എങ്ങും കിട്ടത്തില്ല. നമ്മളുടെ ഈ ആത്മീയ സന്തോഷം കുറയുമ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ സന്തോഷം വേണം. വേറെ ഒന്നും അരുത് അരുത് അരുതെന്ന് പറയത്തില്ല. സ്തോത്രം. നിങ്ങളെ ഞങ്ങൾ ഒരാളുടെ അടുക്കൽ എത്തിക്കും. പിന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതങ്ങ് ചെയ്തു. ആ കർത്താവിനെ കണ്ടെത്തിയ ഒരു വ്യക്തിക്ക് പിന്നെന്ത് ചെയ്യാൻ ഒക്കത്തില്ല? പഴയ വഴിയെ പോകാൻ ഒക്കത്തില്ല. ഒക്കാത്തത് പറഞ്ഞ പേടിച്ചിട്ടല്ല,
അതൊന്നും അദ്ദേഹത്തിന് പിന്നെ ഒരു സുഖമായിട്ട് തോന്നത്തില്ല. പണ്ട് സുഖം തന്നതൊന്നും നിനക്ക് ഇന്ന് സുഖം തരില്ല. പണ്ട് ആനന്ദമേകിയതൊന്നും നിനക്കിന്ന് ആനന്ദമേകില്ല. കാരണം അതിനേക്കാൾ ഈ ലോകത്തിന് തരാൻ കഴിയുന്നതിനൊക്കെ മീതെ ഹല്ലേലൂയ തരുന്നവനാണ് കർത്താവ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കള് കർത്താവിൽ നിന്ന് കിട്ടാവുന്നതെല്ലാം മാക്സിമം നേടണം. 1-2 പേരോട് പറഞ്ഞാട്ടെ. പക്ഷെ എന്തോ ചെയ്യാനാ, നമ്മളൊക്കെ പലപ്പോഴും കർത്താവിൽ നിന്ന് നമ്മൾ പ്രാപിക്കുന്ന എപ്പോഴും കർത്താവ് ഈ ആഴ്ചയിലെ ആ വിഷയം കേട്ടോ, കർത്താവെ മോടെ കല്യാണം, കർത്താവെ വീടിൻ്റെ കാര്യം. നമ്മൾ ഭാര്യ ഭർത്താവിൻ്റെ കയ്യിൽ ഷോപ്പിംഗ് ലിസ്റ്റ് കൊടുക്കുന്നത് പോലെ ഇങ്ങനെ മല്ലിയുടെയും മുളകിൻ്റെയും കണക്ക് പോലെ വിഷയങ്ങൾ പറയാനാ പലപ്പോഴും വിശ്വാസികൾ ചെയ്യുന്നു. പക്ഷേ അതിനേക്കാളെല്ലാം വലിയ ചിലത് കർത്താവിൻ്റെ കയ്യിൽ. അതാണ് എബ്രായ ലേഖനം 1:9 വായിച്ചേ. നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കയാൽ ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്റെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യും. പലപ്പോഴും ഈ മീറ്റിങ്ങിനൊക്കെ ശേഷം പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ എല്ലാവരും ഓരോ ആവശ്യങ്ങൾ പ്രാർത്ഥിക്കാൻ വരും. അതൊരു തെറ്റുമല്ല. രോഗസൗഖ്യം, വിടുതൽ പ്രാർത്ഥിക്കാൻ വരുന്ന തെറ്റാണോ? നമ്മളൊക്കെ അതിനുവേണ്ടി നിന്നതല്ലേ ദൈവദാസന്മാരുടെ മുമ്പിൽ. പക്ഷേ എന്നും അതിന് മാത്രം പോകാതെ ഈ കഴിഞ്ഞൊരു ദിവസം കുവൈറ്റിലാണോന്ന് അറിയത്തില്ല, പ്രാർത്ഥിക്കാൻ ഒരു 100,000 പേര് പ്രാർത്ഥിക്കാൻ വന്നു. ഒടുവിൽ ഒരു സഹോദരി എൻ്റെ അടുക്ക വന്നിട്ട് പറയാം, ബ്രദറെ, ഈ പരിശുദ്ധാത്മാവിൻ്റെ ഇനി എന്തെല്ലാം അനുഭവങ്ങളുണ്ടോ, എനിക്കത് കിട്ടാൻ ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കണം. സ്തോത്രം. ഏറ്റവും വിലപ്പെട്ടത് പ്രാർത്ഥിക്കാൻ ആ സഹോദരി പഠിച്ചു. ഇപ്പം അപ്പൻ്റെ കൈ കുറച്ച് പൈസ ഉണ്ടായി, നല്ലൊരു കാര്യമുണ്ട്. പിള്ളേർക്ക് എന്നാ വേണേ തരുമെന്ന് പറഞ്ഞാൽ മക്കൾ തമ്മിൽ ആലോചിക്കും, അല്ലെ അമ്മയും മക്കളും കൂടെ ആലോചിക്കും, പപ്പായുടെ കൈ പൈസ ഉണ്ട്, ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് പറഞ്ഞോണം കേട്ടോ. എന്താ പറയും? എന്നാ വേണേ ചോദിച്ചാൽ തന്നേക്കാമെന്ന് എന്ത് ചെയ്തിരിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്തേക്കണം, നീ എന്തോന്ന് വെച്ചാൽ ബെസ്റ്റ് ചോദിച്ചോണോ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് പോലെ ബെസ്റ്റ് കർത്താവിൻ്റെ കയ്യിലുണ്ട്. കർത്താവ് തൻ്റെ രക്തം കൊടുത്ത് തൻ്റെ ക്രൂശ് മരണത്തിലൂടെ നമുക്ക് തന്നത് പരിശുദ്ധാത്മാവിനെ. അതോടുകൂടെ സകലവുമുണ്ട്. മുമ്പേ നിങ്ങൾ അവൻ്റെ രാജ്യവും നീതിയും, അത് പരിശുദ്ധാത്മ സന്തോഷമാണല്ലോ അല്ലേ. ദൈവരാജ്യം ഭക്ഷണവും നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷം. മുമ്പേ നിങ്ങൾ അതാ ആഗ്രഹിച്ചേ. അതോടുകൂടെ ഉണ്മാനും ഉടുക്കാനും ഉള്ളതെല്ലാം ഉണ്ട്. ആത്മാവിൻ്റെ സന്തോഷത്തിനകത്തെല്ലാം ഇരിപ്പുണ്ട്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ആമേൻ. ആത്മാവിൽ നിറഞ്ഞവരാകുക എന്നാണ് പറഞ്ഞിരിക്കും. ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് എന്ന് നിങ്ങൾ ചെയ്യാനാ. എല്ലാവരും ഒരു കാര്യം ഓർക്കുക, അഭിഷേകം, ആദ്യത്തെ അഭിഷേക അനുഭവം ദൈവം നമുക്ക് തരണം. പരിശുദ്ധാത്മാവിൽ നിറയ്ക്കുക എന്നൊരു അനുഭവമുണ്ട്. ഒരാൾ രക്ഷിക്കപ്പെടുന്നത് തന്നെ പരിശുദ്ധാത്മാവിനാലാണ്. യേശു രക്ഷകനാന്ന് ഒരാൾക്ക് തിരിച്ചറിവ് തന്നെ പരിശുദ്ധാത്മാവിനാൽ. ഇന്ന് ഈ വചനം കേൾക്കാൻ വന്ന എല്ലാവരും പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചിട്ട് ഇവിടെ വന്നു. 1-2 പേരോട് പറഞ്ഞ് സംശയിക്കേണ്ട, നിങ്ങളിൽ പരിശുദ്ധാത്മാവുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ പല അനുഭവമുണ്ട്. കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനാലല്ലേ ജനിച്ചേ? അതെ, ജനിച്ച കർത്താവ് സ്നാനപ്പെട്ട ശേഷം എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. അവൻ ആത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. എല്ലാവരും പറഞ്ഞ ആത്മനിറവ്. അപ്പം നമ്മളെല്ലാവരും ആത്മാവിനാലാണ് ജനിച്ച്. വീണ്ടും ജനിച്ചപ്പോൾ, വചനം കേട്ടപ്പോൾ നമ്മുടെ ഹൃദയത്തിന് പരിവർത്തനം ഉണ്ടായില്ലേ, രൂപാന്തരം ഉണ്ടായില്ലേ? അത് പരിശുദ്ധാത്മാവിനാലാണ്. പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം നമുക്കെല്ലാം കിട്ടി. പക്ഷേ വലിയ ഒരു അനുഭവം ദൈവമക്കൾ പ്രാപിക്കേണ്ടതാണ് ആത്മനിറവ്. പറഞ്ഞാട്ട് ആത്മനിറവ്. അതിനെ ആത്മസ്നാനമെന്നും ചിലത്ത് പറഞ്ഞിട്ടുണ്ട്. സ്നാനപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ, സ്നാനം എന്ന വാക്കിൻ്റെ അർത്ഥം ബപ്തിസ്മോ, അതിൻ്റെ അർത്ഥം മുക്കുക. എന്താണ്? ടു ഇമേഴ്സ്. നമ്മുടെ ആത്മാവിനകത്ത് നമ്മളെ മുക്കും. അതൊരു അനുഭവമാണ്. ആ സമയത്ത് ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ, നാവെടുത്ത് അന്യഭാഷകൾ വെളിയിൽ വരും. നിങ്ങളുടെ ശരീരം മുഴുവൻ ആത്മാവിൽ പൊതിയപ്പെടുന്നതും ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത മഹാസന്തോഷം കൊണ്ട് നിറയുന്നതുമായ ദിവ്യ അനുഭവം ഉണ്ടാവും. ആ ആത്മീയ അനുഭവം കിട്ടിയവരെല്ലാം ഒന്ന് കര ഉയർത്തിപ്പിടിച്ച്. അതൊരനുഭവമാണ്.
പക്ഷെ പിന്നെ ആ അനുഭവം കിട്ടിയവരുടെ ജോലിയാണ് എന്ത് ചെയ്യണം? പിന്നെയും പിന്നെയും ഞാൻ നിറയണം. പറഞ്ഞേ, ഞാൻ നിറയണം. അതാരുടെ ജോലിയാ? പക്ഷെ കിട്ടാത്തവർ ഇന്നത്തെ ശുശ്രൂഷയിലും നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല, നിങ്ങൾ കർത്താവിനെ അറിഞ്ഞു, വിശ്വസിച്ചു, ആത്മാവ് നിങ്ങളിലുണ്ട്, എന്നാൽ എനിക്കൊരു അഭിഷേകം, ആത്മസ്നാനത്തിൻ്റെ ഒരു നിറഞ്ഞ് കവിയുന്ന അനുഭവം എനിക്ക് വേണം, അത് വാഞ്ചിക്കണം. അത് കിട്ടാത്തവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രൈം ഇമ്പോർട്ടൻസ് അതിന് വേണം കൊടുക്കാൻ. വേറെ ഏത് കാര്യത്തിന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ നമ്മുടെ ആദ്യത്തെ പ്രാർത്ഥന അതായിരിക്കണം, എനിക്ക് ആത്മാവിൽ നിറഞ്ഞ് കവിയണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആത്മ നിറഞ്ഞ് കവിയാൻ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എന്നാൽ നിറവും കവിച്ചിലും അനുഭവിച്ചവർ വീണ്ടും നിറയാൻ എന്ത് ചെയ്യണം? ഞാൻ ആഗ്രഹിച്ചാൽ മതി, ഞാൻ സ്തുതിച്ചാൽ മതി, ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ മതി, ആത്മനിറവ് നമ്മളിൽ ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അങ്ങനെ ആത്മാവിൽ നിറയുവീൻ എന്നാണ് വിശ്വാസികളോട് പൗലോസ് ശ്ലീഹ പറഞ്ഞത്. ആത്മാവ് നിറഞ്ഞവരായി, അവിടെ ആദ്യം നമ്മൾ വായിച്ച വീഞ്ഞു കുടിച്ച് എന്ത് ചെയ്യരുത്? മത്തരാകരുത്. പിന്നെ എന്ത് പറയാണ്? അതിനാൽ ദുർനടപ്പുണ്ടാവും. ആകയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആത്മാവിൽ നിറഞ്ഞവരാകുക. സ്തോത്രം. വീഞ്ഞു കുടിച്ച് മത്തരായി അതിൻ്റെ സന്തോഷത്തിൽ ആടി ഉലഞ്ഞ് ഈ ലോകത്തിൻ്റെ ഭാരങ്ങളൊന്നും ഇല്ലാതെ ഒരു മദ്യപൻ നടക്കുന്നത് കണ്ടിട്ടില്ലേ? ഇല്ലേ? അയാൾക്ക് വെല്ലത്തിനെ കുറിച്ചും വറിയുണ്ടോ? അതുപോലെ വറിയില്ലാതെ ജീവിക്കുന്ന ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. പക്ഷേ അതിൽ നിന്റെ ലഹരിക്ക് മാത്രം മാറ്റമുണ്ട്. അവർ ഈ ലോകത്തിൻ്റെ മദ്യം കഴിച്ചെങ്കിൽ സ്വർഗത്തിലെ വീഞ്ഞാണ് ഞാനും നിങ്ങളും ആസ്വദിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെയാണല്ലോ അപ്പോസ്തലന്മാർ ആത്മാവിൽ നിറഞ്ഞപ്പോൾ ഓടി വന്ന ജനം അവരെ കണ്ടപ്പോൾ കരയുന്നതായിട്ടല്ല കണ്ടത്, ഭാരപ്പെടുന്നതായിട്ടല്ല കണ്ടത്, വലിയ മുഖഭാവത്തിലൊക്കെ ഒരു നിരാശയല്ല അവർ കണ്ടത്. അവരെന്താ പറഞ്ഞത്? ഇവർ പുതുവീഞ്ഞ് കുടിച്ചു. അപ്പോൾ കണ്ടവർക്ക് അവരുടെ ഭാവം കണ്ടപ്പോൾ എന്താ തോന്നിയത്? ഒരു പുതുവീഞ്ഞ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തിയെ കാണുന്നവർക്ക് ചിലത് തോന്നും. അപ്പോൾ തന്നെ പത്രോസ് അവിടെ പ്രസംഗിക്കുകയാണ്. ഇവർ പുതുവീഞ്ഞ് കുടിച്ചെന്ന് പറഞ്ഞു പറയാ, സ്നേഹിതരെ, നിങ്ങൾ ഊഹിക്കുന്നവർ പോലെ ഇവർ മദ്യപിച്ചതൊന്നും, ഇത് പകൽ 3 മണി നേരമേ ആയിട്ടുള്ളൂ. 3 പറഞ്ഞാൽ യഹൂദന്മാരുടെ സമയത്തോടെ 6 കൂടെ കൂട്ടണം, നമ്മുടെ രാവിലെ 9 മണി. പകൽ 3 മണി നേരം, രാവിലെയല്ലേ ആയിട്ടുള്ളൂ. നിങ്ങൾ ഊഹിക്കുന്ന പോലെ ഇവർ വീഞ്ഞു കുടിച്ചതല്ല, മറിച്ച് നസ്രായനായ യേശുവിനെ ദൈവം മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ചു. നിങ്ങൾക്ക് അവനെ ക്രൂശിച്ചതായിരുന്നു, പക്ഷെ ദൈവമോ മരണത്തിൻ്റെ കെട്ടുകളെ പൊട്ടിച്ച് അവനെ ഉയർപ്പിച്ചു. അവൻ പിതാവിൻ്റെ വലത്ത് ഭാഗത്തേക്ക് ആരോഹണം ചെയ്തു. നിങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് ഞങ്ങളുടെ മേൽ പകർന്നു വന്നു. എല്ലാവരും പറഞ്ഞ കാണുകയും കേൾക്കുകയും ചെയ്യും. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ എന്തുണ്ട്? കാണാനും കേൾക്കാനും ഉണ്ട്. ഉറക്കെ പറഞ്ഞ് കാണാനും. 1-2 പേരോട് പറഞ്ഞ് നിങ്ങളുടെ കാഴ്ചയ്ക്കൊരു മാറ്റം വരും. ആത്മാവ് വന്നാൽ കാഴ്ചയ്ക്കൊരു മാറ്റം വരും. ആത്മാവ് വന്നാൽ പറയുന്ന വാക്കുകൾക്കൊരു മാറ്റം വരും. സന്തോഷത്തിൻ്റെ വാക്കുകളായിരിക്കും. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. മറ്റുള്ളവരെ ആനന്ദിപ്പിക്കുന്ന വാക്കുകളായിരിക്കും. മാത്രമല്ല, അവർ പറഞ്ഞ വാക്കുകൾ ആ ഭാഷ തിരിച്ചറിഞ്ഞ 18 ഭാഷക്കാർ അവർ പറയുകയാണ്, ഇവർ ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുന്നു. പിന്നെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ എങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും? ഉറക്കെ പറഞ്ഞ് വൻ കാര്യങ്ങൾ. നാട്ടിലെ കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞ് അതും പറഞ്ഞ് ഇതും പറഞ്ഞ്, പത്രവാർത്തക്കകത്തെ കാര്യങ്ങളും പറഞ്ഞ്, അവിടെ നടന്നതും നാട്ടിലെ കൊച്ച് നാട്ടിൻപുറത്തെ കൊച്ച് എന്താ പറഞ്ഞ് ഗോസിപ്പുകളും പത്രക്കാർ കൊണ്ട് നടക്കുന്ന കൊച്ചു കാര്യങ്ങളുമായിട്ട് നടക്കാനല്ല. ആത്മാവ് വന്നിരിക്കുന്നവർ വൻ കാര്യങ്ങൾ, വൻ കാര്യങ്ങൾ, വൻ കാര്യങ്ങൾ, വൻ കാര്യങ്ങൾ കണ്ടോ? അവർ ദൈവത്തിൻ്റെ വൻ കാര്യങ്ങൾ പ്രസ്താവിച്ചു. അവർ പുതുവീഞ്ഞു കുടിച്ചവരെ പോലെ ആയിരുന്നു. അവർ ആനന്ദിക്കുകയാണ്. കൂടി വന്നവർക്കും വലിയൊരു ആനന്ദമുണ്ടായി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല, ഓടിക്കൂടിയവരൊക്കെ യേശുവിനെ ക്രൂശിക്കാൻ കൂട്ടുനിന്നവരാണ്. അവിടെ ഒരു കുറ്റം വിധിക്കലിൻ്റെയോ, നിങ്ങളല്ലേ ഈ പണി കാണിച്ചത്, അവരെയും കൂടെ ഒരു കുറ്റബോധത്തിൽ ആഴ്ത്തുന്നതിൻ്റെയോ ഒരു സിനാരിയോ അവിടെ ഉണ്ടായില്ല. ഉണ്ടായോ? മറിച്ച് നിങ്ങളെയും കർത്താവ് സ്നേഹിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ഈ അനുഭവം കർത്താവ് തരാൻ പോവാ. ആരോടാ പറയുന്നത്? ആരോടാ പറയുന്നത്? കഴിഞ്ഞ
ചില ദിവസങ്ങൾക്ക് മുമ്പ് യേശുവിനെ അടിച്ച് മുറിവേൽപ്പിച്ച് അവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറഞ്ഞവരോട് ഈ അനുഭവം കിട്ടിയവരെന്താ പറയുന്നേ? നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ കർത്താവ് വിളിച്ചു വരും ദൂരസ്ഥരേവർക്കും ഞങ്ങൾ അനുഭവിക്കുന്ന ഈ ആനന്ദം നിങ്ങൾക്കും തരാൻ പോവുക. ചുരുക്കി പറഞ്ഞാൽ ഈ ദൈവരാജ്യം എല്ലായിടത്തും നിറയ്ക്കുക. കർത്താവ് തന്നെ ഉപദ്രവിച്ചവരോടോ, കർത്താവ് തന്നെ അല്ലെങ്കിൽ തൻ്റെ ജനത്തെ ഉപദ്രവിച്ചവരെ പോലും ക്ഷമിക്കും. അങ്ങോട്ടൊന്ന് ചെന്നാൽ മതി. ഈ ആനന്ദം തരാനാണ് കർത്താവ് വന്നത്. എന്നിട്ട് പറയാണ്, ജയിലിൽ കിടന്നുകൊണ്ട് പൗലോസ് ലേഖനം എഴുതുന്ന മറക്കരുത്. എഫേസ്യർ 5:18 എഴുതുമ്പോൾ താൻ എവിടെയാണ്? കാരാഗ്രഹത്തിലാണ്. തൻ്റെ ചുറ്റും നല്ലൊരു സാഹചര്യത്തിലല്ല താൻ എഴുതുന്നത്. തൻ്റെ ചുറ്റും കുറ്റവാളികൾ കിടക്കുകയാണ്. തൻ്റെ വിധി എന്താണെന്ന് തനിക്കറിയില്ല. താൻ നടത്തുന്ന സഭകൾ നേരിട്ട് നോക്കാൻ തനിക്ക് പറ്റുന്നില്ല. താൻ നിസ്സഹായനായിരിക്കുകയാണ്. ചിലപ്പോൾ നമുക്ക് തോന്നും നമ്മൾ നടത്തിയാലേ ഇതെല്ലാം ശരിയാവുള്ളൂ. അതെല്ലാം നമ്മുടെ വെറും തോന്നല. നമുക്കൊരു തോന്നലുണ്ട്, നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യ, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ വീട്, നമ്മുടെ സഭ, നമ്മുടെ ഓഫീസ്, നമ്മുടെ ബിസിനസ് ഞാനുണ്ടെങ്കിൽ അതും നമ്മുടെ തോന്നലാണ്. കർത്താവോടെ നിർത്തിയിരിക്കുന്നു, ശരിയാണ്. പക്ഷെ കർത്താവാണ് സകലവും നടത്തുന്നത്. അങ്ങനെ ആ ജയിലിൽ കിടക്കുമ്പോൾ തന്നെ കൊണ്ട് പറ്റുന്നില്ല. പക്ഷെ അവിടെ ഇരുന്നും താൻ പറയാണ് സന്തോഷിപ്പീൻ. അതേ ജയിലിൽ നിന്ന് എഫേസ്യർ, ഫിലിപ്പിയർ, കൊലോസ്യർ ലേഖനങ്ങൾ എഴുതിയത്. അവരോട് എന്താ പറയുന്നത്? സന്തോഷിപ്പീൻ, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടണ്ട. അത് പറയുന്നതിൽ എനിക്ക് മടുപ്പില്ല. സന്തോഷിച്ചു. ഭാരപ്പെടാനാണ് എനിക്കാണ് ഒത്തിരി ഉള്ളത്, പക്ഷെ ഞാൻ ഭാരപ്പെടത്തില്ല. സന്തോഷിച്ചു, ആത്മാവിൽ സന്തോഷിച്ചു, കർത്താവിലങ്ങ് ആനന്ദിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവരുടെ ഉള്ളമിങ്ങനെ തുളുമ്പുകയാണ്. ഈ ലോകത്തിൽ ഒരു കോടിക്കണക്കിന് ഡോളർ കൈ കിട്ടിയാലോ, അല്ലെങ്കിൽ രത്നങ്ങൾ കൈ കിട്ടിയാലോ, സുഖസൗകര്യങ്ങളുണ്ടായാലോ ഒന്നും മനുഷ്യന് യഥാർത്ഥ സന്തോഷം കിട്ടത്തില്ല. എന്നാൽ കർത്താവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ, പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ ലഭിക്കുന്ന സന്തോഷം, ദൈവം നമ്മുടെ ഉള്ളിൽ വരികയായി നമ്മളെ സൃഷ്ടിച്ച ഈശ്വരത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് വരുമ്പോൾ അപ്പോഴാണ് നമ്മൾ സായുജ്യമെന്നോ എന്താ അതിന് പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ ജീവിച്ച ഈ ലോകത്ത് ജന്മ സാഫല്യമെന്നൊക്കെ പറയുന്ന അവിടെ മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലാൻ കാക്ഷിക്കുന്ന പോലെ എൻ്റെ ആത്മാവ് ദൈവമേ നിനക്കായി, നിൻ്റെ ആത്മാവ് എന്നിൽ വരുവാനായി കാക്ഷിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജല നദികൾ ഒഴുകുന്ന പരിശുദ്ധാത്മാ പകർച്ചയെക്കുറിച്ച് കർത്താവ് പറഞ്ഞു. ഈ പരിശുദ്ധാത്മാവ് പ്രത്യേക മതത്തിനല്ല, ജാതിക്കല്ല, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവത്തിൻ്റെ ഈ അനുഭവം കിട്ടും. പ്രശ്നമെല്ലാം തീർന്നിട്ട് സന്തോഷിക്കാനൊക്കത്തില്ല. അപ്പോസ്തലന്മാർ പ്രശ്നത്തിലായിരുന്നപ്പോൾ അവർ പാടി കർത്താവിനെ ആത്മാവിൽ സ്തുതിച്ചു. സോ പ്രാർത്ഥിച്ച കർത്താവ് എന്നെ ആത്മാവിൽ നിറയ്ക്കണമേ. ചിലരുടെ മനസ്സിൽ നിന്ന് എന്ത് എന്നാൽ ചില വ്യക്തികൾ അങ്ങോട്ട് പോകത്തില്ല, ചില പ്രശ്നങ്ങൾ അങ്ങോട്ട് വിട്ടു പോകത്തില്ല. അത് തന്നെ ചിന്തിച്ചിരിക്കുക. അതെല്ലാം ഒന്ന് വിട്ട് ആത്മാവിൽ നിറഞ്ഞ് നമുക്ക് ആരാധിക്കാം, മഹാസന്തോഷം പ്രാപിക്കാം. തന്നെ പ്രശ്നവും മാറും, വ്യക്തികൾ മാറും, നമ്മുടെ ജീവിതം അത്ഭുതകരമായി മാറും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അനേകരുടെ മനസ്സ് കലുഷിതമാണ്, സമാധാനമില്ല. പലരുടെ വായിൽ നിന്ന് കേട്ട വാക്കുകൾ, പലരും അവരെ തള്ളിക്കളഞ്ഞതിൻ്റെ വേദനകൾ, നീർന്ന ഹൃദയവുമായിട്ടിത് കേൾക്കുമ്പോൾ കർത്താവെ, നീ സമാധാന ദാതാവാണല്ലോ. അങ്ങയിൽ വിശ്വസിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുക്കുമല്ലോ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മ സ്പർശനം ഉണ്ടാകട്ടെ. ഹൃദയത്തിൻ്റെ ഭാരമെല്ലാം മാറി ആനന്ദിച്ച് തുള്ളിച്ചാടുന്ന അനുഭവം ഇന്ന് ഓരോരുത്തരുടെ മേലും പകരണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുക. റിസീവ് ദ ഹോളി സ്പിരിറ്റ്. ഒന്ന് സ്തുതിച്ച്, എല്ലാവരും ഒന്ന് സ്തുതിച്ച്, കർത്താവേ സ്തോത്രം സ്തോത്രമെന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് പറഞ്ഞ് അഭിഷേകമുണ്ടാകട്ടെ, ആത്മസന്തോഷമുണ്ടാകട്ടെ, ഭാരം ഭയമെല്ലാം മാറട്ടെ, കുടുംബത്തിലെ ഛിദ്രങ്ങൾ മാറട്ടെ, കുഞ്ഞുങ്ങൾ സന്തോഷിക്കട്ടെ, ദൈവശക്തിയാൽ നിറയപ്പെടട്ടെ. അപ്പോൾ തന്നെ കർത്താവെ, പല പ്രാർത്ഥന ആവശ്യങ്ങളുമായിട്ടിരിക്കുന്നവരുണ്ട്. അങ്ങയുടെ കരം ഇപ്പോൾ തന്നെ നീട്ടുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ രോഗബന്ധനങ്ങൾ അഴിയട്ടെ. ഉച്ചി മുതൽ ഉള്ളംകാൽ വരെ ദൈവിക സൗഖ്യമുണ്ടാകട്ടെ. സാമ്പത്തിക പ്രശ്നങ്ങൾ, മറ്റ് പല ഭാരങ്ങളിലിരിക്കുന്നവർ പുതിയ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ വലിയ ഭയത്തോടെ കടക്കുന്നവരുണ്ട്. ആ വിഷയത്തിന് കർത്താവ് വിടുതൽ കൊടുക്കുന്നതിനായി സ്തോത്രം. സന്തോഷിപ്പാൻ കൃപകരണം. യേശു കർത്താവിൻ തിരുനാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കർത്താവ് വലിയ വിടുതലുകൾ പകർന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് സമയത്തും പ്രയർ ടവർ നമ്പറുകളിൽ വിളിക്കാം. ഇവിടെ ഒരു കൂട്ടം ശുശ്രൂഷകർ, സഹോദരി സഹോദരന്മാർ ഇങ്ങനെ പ്രാർത്ഥിച്ച് നിങ്ങളുടെ കോളുകൾ പ്രാർത്ഥിക്കുകയും കർത്താവ് അവർക്ക് ആലോചന നൽകുന്നു. ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ തന്നെ അത്ഭുത സൗഖ്യ സാക്ഷ്യങ്ങൾ, തളർന്ന ഒരാൾ എഴുന്നേറ്റ് നടന്ന അടക്കം
പ്രയർ ടവറിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നടന്ന സാക്ഷ്യങ്ങൾ കേൾക്കാനിടയായി നിങ്ങളുടെ കോളിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. നിങ്ങൾക്കൊരു കൗൺസിലിംഗ് വേണോ, അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഏതെങ്കിലും TV സ്പോൺസർഷിപ്പോ റീച്ചിൻ്റെ എന്തെങ്കിലും കാര്യം അറിയണമോ, യു ക്യാൻ കോൾ അറ്റ് ദിസ് നമ്പർ 0481305555. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും കർത്താവിൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. जैसे पापी के लिए न जाने कितने कोड़े खाए, मुझ जैसे पापी के लिए प्रेम का सागर है तू, शांति का राजकुमार है तू. से देखो आते हैं बहते हुए खून की धार, क्रूज से देखो आती है बहते हुए खून की धार. ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को, ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को. प्रेम का सागर है तू, शांति का राजकुमार है तू. चरणों में आ